എത്രയും ബഹുമാനപ്പെട്ട ശ്രീ ടി ജെ വിനോദ് MLA, ഹൈബി ഈഡൻ MP, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, K ബാബു MLA, ജില്ലാ കളക്ടർ ശ്രീ ഉമേഷ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയ അവാർഡ് ജേതാക്കളായിട്ടുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനും ഇതുപോലെ എനിക്കും പെട്ടെന്ന് എൻ്റെ ഈ ഒരു പ്രായമൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഞാനും 10ാം ക്ലാസ്സിൽ ഫുൾ A+ അല്ല, ഒരെണ്ണത്തിന് മാത്രം A ഗ്രേഡായിപ്പോയി. ഫുൾ A+ കിട്ടിയില്ല. പക്ഷെ 12ാം ക്ലാസ്സിൽ എനിക്ക് ഫുൾ A+ കിട്ടിയായിരുന്നു. ഇതുപോലെ അവാർഡൊക്കെ വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇത്രയും വലിയ സ്റ്റേജിലല്ല. അവിടുത്തെ റെസിഡൻഷ്യൽ അസോസിയേഷൻ, സഹൃദയ, കുടുംബശ്രീ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള അവാർഡുകളൊക്കെയാണ്. ഇത്രയും വലിയ സ്റ്റേജൊന്നും അന്ന് നമുക്ക് കിട്ടിയിരുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ ഈ മാരത്തണൊക്കെ ഓടുമ്പോൾ, ഇങ്ങനെ വലിയ ലോങ് ഡിസ്റ്റൻസ് മാരത്തണൊക്കെ ഓടുമ്പോൾ 20-21 കിലോമീറ്ററൊക്കെ ഓടുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ്മെൻറ്റ്സ് വരും. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഒരു ബോട്ടിൽ വെള്ളം അല്ലെങ്കിൽ ഒരു ഓറഞ്ച്, അതായത് ബാക്കി ദൂരം കൂടെ ഓടാനുള്ള ഒരു എനർജി, ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുവാണ്. കുറേ ദൂരം ഓടാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഓറഞ്ചൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷം. ഒരു 10 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ഓറഞ്ച്, 12ാമത്തെ കിലോമീറ്ററിൽ കിട്ടുമ്പോൾ ഒരു കുപ്പി വെള്ളം, അങ്ങനെ തന്നെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം റിഫ്രഷ്മെൻറ്റ്സാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും കുറേ പോകാനുണ്ട്, പക്ഷേ ഇത് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്, നമുക്കും ഇതുപോലത്തെ വേദികളൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. ഇതൊരു എന്താ പറയുക, ഒരു തുടക്കം മാത്രമാണ്. ഞാനും പെട്ടെന്ന് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു 10ാം ക്ലാസ് പരീക്ഷയൊക്കെ എത്തുമ്പോൾ SSLC ഒക്കെ ആകുമ്പോൾ അച്ഛനും അമ്മയും ടീച്ചർമാരൊക്കെ പറയും, SSLC പഠിച്ച് പാസ്സായി ഫുൾ A+ ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് സെറ്റിൽഡ് ആണ്, പിന്നെ ഒന്നും നോക്കാനില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ ഓക്കെ എന്നാൽ പിന്നെ പഠിച്ചേക്കാം. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കും. പഠിച്ചു കഴിഞ്ഞ് 10ാം ക്ലാസ്സെല്ലാം പാസ്സായി ഇതുപോലെ ഫുൾ A+ ഒക്കെ മേടിച്ച് കഴിയുമ്പോൾ പറയും 10ാം ക്ലാസ്സൊക്കെ ഓക്കെ, പക്ഷെ +2 അതാണ് ആക്ച്വലി ദ തിങ് എന്ന് പറയും. ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, എന്നാൽ പിന്നെ +2 അങ്ങനെ പഠിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് +2 ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ പറയും +2 പഠിച്ചതൊക്കെ ഓക്കെ, പക്ഷേ ഒരു എൻട്രൻസിൽ ഒരു നല്ല റാങ്ക് കിട്ടി നല്ലൊരു മെഡിക്കൽ കോളേജിലോ എഞ്ചിനീയറിംഗ് കോളേജിലോ അഡ്മിഷൻ മേടിക്കുക എന്നുള്ളതാണ് ആക്ച്വലി ഇത് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഓക്കെ ആണ്, പിന്നെ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ച് അതിനു വേണ്ടി ഓടും. അങ്ങനെ അതിനെന്തെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോൾ പറയും അങ്ങനല്ല, നല്ലൊരു കമ്പനിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടിയാലേ പക്ഷെ കാര്യമുള്ളൂ, പഠിച്ചിട്ട് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, നല്ല മാർക്കിൽ പാസ്സാവണം, നല്ലൊരു എന്താ പറയുക, നല്ലൊരു കമ്പനിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടണം, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടണം. അപ്പോൾ അതാണ് ആക്ച്വലി ഇത് എന്ന് പറയും. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഓക്കെ ശരി എന്നാൽ പിന്നെ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഇത് ഓടി കഴിയുമ്പോഴാണ് പറയുക അങ്ങനെ ഒരു കമ്പനിയിൽ പെട്ടെന്ന് ഇപ്പോഴേ സെറ്റിൽ ആവണ്ട, ഒരു MBAയോ ഒരു M.Tech ഒക്കെ എടുത്തോ അല്ലെങ്കിൽ കുറച്ചുകൂടെ PG ഡിഗ്രി എന്തെങ്കിലും എടുക്കുന്നതാണ് ആക്ച്വലി ഇത് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഓക്കെ എന്നാൽ പിന്നെ അത് കൊടുത്തേക്കാം, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സെറ്റിലാവാം എന്ന് വിചാരിക്കും. അപ്പോൾ അതെടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അടുത്ത എക്സ്ട്രീം ലെവൽ ആയിരിക്കും PhD എടുക്കണമെന്നോ അല്ലെ, അപ്പോഴേ ഒരു വഴിയായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത് ഇതൊരു ലോങ് ജേണിയാണ്. അപ്പോൾ ഇത് ഇത്തരം വേദികൾ ആക്ച്വലി നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്, മോട്ടിവേഷനാണ്. ഇതുപോലെ ആ ഒരു 12ാം ക്ലാസ്സിലെ ഒരു പോയിന്റിലാണ് എത്തി നിൽക്കുന്നത്. ഇനി അങ്ങോട്ട് ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. നമ്മൾ ആ സമയത്തിനിടയ്ക്ക് നമുക്ക് ഏതാണ് നമ്മുടെ കരിയർ എന്ന് ഫിഗർ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ ഈ പറയുന്ന പോലെ എഞ്ചിനീയറിങ്ങിന് പോയി, എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടി, എഞ്ചിനീയറിങ്ങിന് പോയി, അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ ജോലി മേടിച്ചു, അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്ത് തുടങ്ങി. ആ ഒരു പോയിന്റിലാണ് ഓക്കെ ഇതല്ല എൻ്റെ കരിയർ, മേ ബി ഞാൻ ചെയ്യേണ്ട ജോലി ഇതല്ല എന്ന് തിരിച്ചറിഞ്ഞ് എൻ്റെ കരിയർ ഞാൻ സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കാഡമിക്കലി നമുക്ക് ഇതുപോലത്തെ അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ അത് നമ്മൾ മുമ്പോട്ട് പോകാനുള്ള ഡ്രൈവിൻ്റെ ഒപ്പം തന്നെ വെറുതെ ആർക്ക് വേണ്ടി നമ്മൾ പഠിക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പഠിക്കുന്നതിനൊരു പർപ്പസ്, നമുക്ക് എപ്പോഴെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്യാനുള്ള ഒരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഈ ഇൻഫർമേഷൻ ടെക്നോളജി, ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇതുപോലത്തെ അതിൻ്റെ നോളജ് എക്സ്പ്ലോഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കത് ഫിഗർ ഔട്ട് ചെയ്യാൻ
പഴയ പോലെ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് കുറേ കൂടെ നമുക്ക് ഈസിയറാണ്. നമുക്ക് എങ്ങനെ ഇത് ആക്സസ് ചെയ്യണം, എവിടെ പോയി, എന്താണ് എൻ്റെ ടേസ്റ്റ്, ഏതാണ് ഞാൻ ചെയ്യേണ്ട പ്രൊഫഷൻ എന്ന് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു സ്പേസും അത് നമുക്ക് ഷോക്കേസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസും ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 2025-ലെയും 35-ലെയും കാര്യം പറഞ്ഞു. ഞാൻ 2010-15-ലെയും കാര്യം ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഇതുപോലെ ഈ പറയുന്ന ഒരു കരിയർ സ്വിച്ച് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു പോയിന്റിൽ ഞാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ കരിയർ ഇങ്ങനെയല്ല, ഞാനൊരു എഞ്ചിനീയറായിട്ടല്ല ഞാൻ ജോലി ചെയ്യേണ്ടത്, എനിക്ക് എൻ്റെ ഒരു പ്രൊഫഷൻ ഇതല്ല എന്ന് ഞാൻ ഫിഗർ ഔട്ട് ചെയ്യുന്ന ഒരു സമയത്ത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ആ സമയത്ത് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തു. ഓക്കെ, ഞാൻ എന്നാൽ പിന്നെ സിനിമയായിരിക്കും ഞാൻ ചെയ്യേണ്ട ജോലി എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്തു. അപ്പോൾ ആ ഷോർട്ട് ഫിലിം അന്നത്തെ വളരെ ചെറിയ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഈ പറയുന്ന യൂട്യൂബും ഫേസ്ബുക്കൊക്കെ ജസ്റ്റ് ഒന്ന് പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. യൂട്യൂബിലൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയമൊക്കെ എടുക്കും ബഫറായിട്ടൊക്കെ വരാൻ, വീഡിയോ ഒക്കെ ബഫറായിട്ട് ഇങ്ങനെ വരാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പോൾ ആ സമയമാണ്. അപ്പോൾ ഓക്കെ, അത് യൂസ് ചെയ്യാം, എന്താണെങ്കിലും നമ്മളെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമാണല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ഷോർട്ട് ഫിലിം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ആ യൂട്യൂബിൻ്റെ ലിങ്ക് ഫേസ്ബുക്കിൽ മെസ്സേജിലൂടെ കുറേ സെലിബ്രിറ്റികൾക്ക് ഞാൻ അയച്ചു കൊടുത്തു. ഒരുപാട് സിനിമയിലുള്ള ആൾക്കാർക്ക് ഞാൻ അയച്ചു കൊടുത്തു. ഇപ്പോഴത്തെ മലയാള സിനിമയിൽ ഒരുപാട് വലിയ പ്രഗത്ഭരായിട്ടുള്ള ഫിലിം മേക്കേഴ്സിനൊക്കെ ഞാൻ മെസ്സേജായിട്ട് അയച്ചു കൊടുത്തു. അല്ലാതെ എനിക്ക് സിനിമയിൽ കയറാൻ എനിക്ക് വേറെ അറിയില്ല, എനിക്ക് വഴികളൊന്നും അറിയില്ല, എനിക്ക് ആരും പരിചയമില്ല. എൻ്റെ വീട് വയനാടാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനെ ഷൂട്ടിങ്ങുകളോ അങ്ങനെ എന്തൊക്കെ നടക്കുന്നൊരു സ്ഥലമല്ല. പിന്നെ അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പോഷർ വളരെ കുറവായിരുന്നു. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യുക. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും ടെക്നോളജീനെ ഞാൻ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഞാൻ ആലോചിച്ചത്. അങ്ങനെ ആ മെസ്സേജ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന സംവിധായകൻ എൻ്റെ മെസ്സേജ് ഫേസ്ബുക്കിൽ കണ്ടിട്ട് അദ്ദേഹം യൂട്യൂബിലുള്ള എൻ്റെ ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തിര എന്ന് പറയുന്ന സിനിമയിൽ സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ സിനിമയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ടെക്നോളജി ഞാൻ ഭയങ്കരമായിട്ട് ഒരുപക്ഷെ എന്താ പറയുക ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന ടെക്നോളജി ഏറ്റവും ആദ്യമായിട്ട് ചിലപ്പോൾ യൂസ് ചെയ്ത ആൾക്കാരിൽ ഒരാളായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് കുറേ കൂടെ ഓപ്പർച്യൂണിറ്റീസിനുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് എന്താ പറയുക നമ്മുടെ കണ്ടൻറ്റ്, നമ്മുടെ കഴിവുകൾ ഷോക്കേസ് ചെയ്യാൻ അത് ചുമ്മാ നമ്മുടെ ചുറ്റളവിലോ നമ്മുടെ ജില്ലയിലോ പഞ്ചായത്തിലോ മാത്രമല്ല, കേരളത്തിൻ്റെ അകത്തോ മാത്രമല്ല, ഇന്ത്യക്കകത്ത് മാത്രമല്ല, ഗ്ലോബലി നമ്മുടെ ടാലൻസിനെ നമുക്ക് ഷോക്കേസ് ചെയ്യാനുള്ള വലിയ പ്ലാറ്റ്ഫോംസ് ആണുള്ളത്. അതിപ്പോൾ ക്രിയേറ്റീവ്ലി മാത്രമല്ല, അതിപ്പോൾ ടെക്നിക്കലി ആണെങ്കിലും അക്കാഡമിക്കലി ആണെങ്കിലും എന്തൊക്കെ വഴികളിലൂടെ ആണെങ്കിലും നമ്മളതിന് ഫിഗർ ഔട്ട് ചെയ്ത് വളരെ സ്മാർട്ടായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കോപ്പ് ഇൻഫിനിറ്റ് ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും എത്താം. അത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെയൊക്കെ ഞാൻ വീണ്ടും അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സിനിമയിലെത്തി. കുഞ്ഞിരാമായണം എന്ന് പറയുന്ന സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്തതിന് ശേഷം സിനിമയിൽ ഞാൻ നമുക്ക് അംബീഷൻസ് ഇങ്ങനെ എപ്പോഴും ഒരു ചെറിയ സ്ഥലത്ത് ഇവിടെ ഒരു സിനിമയിലെത്തി ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ ഓക്കെ ആണ് എന്നുള്ളതല്ലല്ലോ. നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് എങ്ങനെ ഞാൻ മുമ്പോട്ട് പോകണം, എങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണം, കണ്ടിന്യൂസ്ലി നമ്മുടെ ആസ്പിറേഷൻസ് എപ്പോഴും വലുതാക്കി വെക്കുക. നമുക്ക് ആ ഒരു സ്റ്റേജിൽ ആ ഒരു സ്പേസിൽ നമുക്ക് എത്തണം. ഒരു മലയാളത്തിൽ മാത്രം ഒതുങ്ങി കൂടുന്നത് ചിലപ്പോൾ ഒരു ഇന്ത്യൻ സിനിമയുടെ സ്പേസിലെത്താൻ, ചിലപ്പോൾ ഒരു ഗ്ലോബൽ സിനിമയുടെ സ്പേസിലേക്ക് നമ്മളെങ്ങനെ എത്താം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ ഒരു മലയാള സിനിമ ചെയ്തു, ഇനി ഞാൻ സേഫാണ്, ഇനി ഞാൻ സെറ്റിൽഡ് ആണ് എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വളർച്ച അവിടെ നിൽക്കും. അപ്പോൾ ഈ പഠനം എന്ന് പറയുന്നത് ആക്ച്വലി ലൈഫ് ലോങ് ആണ്. നമ്മൾ ജീവിതകാലം മൊത്തം പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അതാണ് എന്നെ ഒരു പോയിന്റിലേക്കും അടുത്ത പോയിന്റിലേക്ക് എനിക്ക് ഒരു ഡ്രൈവ് തന്നിട്ടുള്ളത്. ഈ പറയുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള പഠനമാണ്. സിനിമയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് എന്നെ പിന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് തന്നുകൊണ്ടിരുന്ന കാര്യം. അത് നേരത്തെ ഇപ്പോൾ സതീശൻ സാർ പറഞ്ഞു, മുമ്പ് ലൈബ്രറിയിലൊക്കെ പോയിട്ടൊക്കെ ഒരു ഇൻഫർമേഷൻ ഏതെങ്കിലും ഒരാളുടെ അടുത്ത് ചെന്ന് അയാൾ പറയും മറ്റേയാൾക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ, അയാൾക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു സമൂഹമാണ്, ആക്ച്വലി ഒരു ജനറേഷനാണ്. ഞാൻ ആക്ച്വലി സിനിമയെക്കുറിച്ച് പഠിച്ചതെല്ലാം യൂട്യൂബിലും ഇതുപോലത്തെ ഇങ്ങനത്തെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിലൂടെയൊക്കെയാണ് ഞാൻ സിനിമയെക്കുറിച്ച് പഠിച്ചത്. ഞാനൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടല്ല സിനിമയെക്കുറിച്ച് പഠിച്ചത്. ഞാൻ സിനിമയെക്കുറിച്ച് അറിയാൻ സാധിച്ചതും സിനിമയെക്കുറിച്ച് പഠിച്ചതുമെല്ലാം ഈ പറയുന്ന സിനിമകൾ കണ്ടിട്ടും യൂട്യൂബിലൂടെയും മറ്റ് പുസ്തകങ്ങളിലൂടെയൊക്കെയാണ്. ഇതെല്ലാം എനിക്ക് ആക്സസബിൾ ആക്കി തന്നത് ഈ പറയുന്ന ഇന്നത്തെ ടെക്നോളജിയും. അത് ഫിഗർ ഔട്ട് ചെയ്യുക, അത് ഏതാണ് എവിടെയാണ് ഞാനത് ആക്സസ് ചെയ്യേണ്ടത് നമ്മൾ കറക്റ്റായിട്ട്
ഫിഗർ ഔട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഞാൻ അതിന് അടുത്ത ലെവലിലേക്ക് അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരിക്കലും ഒരു സ്ഥലത്ത് റെസ്ട്രിക്റ്റഡ് അല്ല, അത് ഇൻഫിനിറ്റ് ആണ്. ഞങ്ങൾ മിന്നൽ മുരളി എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്യുമ്പോൾ അതൊരു OTT നെറ്റ്ഫ്ലിക്സിൽ ഒരു OTTയിൽ അത് റിലീസ് ചെയ്തപ്പോൾ അതിന് കിട്ടിയ ഒരു റീച്ച് എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ ഒതുങ്ങി നിന്നില്ല, അത് ഇന്ത്യയിൽ ഒതുങ്ങി നിന്നില്ല, വിദേശത്തും മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ അത് എത്തിക്കാൻ ആ ഒരു പ്ലാറ്റ്ഫോമിന് പറ്റി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതുപോലത്തെ ഇൻഫിനിറ്റ് സ്കോപ്പാണ്. പിന്നെ ഇതിപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും ഇപ്പോൾ ആവേശമാണെങ്കിലും ഒക്കെ കേരളത്തിൻ്റെ പുറത്തേക്കൊക്കെ വലിയ ഫാൻ ബേസ് ഉണ്ടാക്കാൻ നമ്മുടെ മലയാള സിനിമയ്ക്കും നമ്മുടെ ടാലൻസിനൊക്കെ പറ്റുന്നുണ്ട് എന്നതൊക്കെ പറയുന്നത് വലിയ എക്സാമ്പിളാണ്. ഇനി അങ്ങോട്ട് നമ്മുടെ സിനിമകൾ ഗ്ലോബൽ ആവാനുള്ള ഒരു പോക്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു 10 വർഷത്തിനുള്ളിലോ 15 വർഷത്തിനുള്ളിലോ മലയാള സിനിമ ഗ്ലോബൽ സ്പേസിൽ അറിയപ്പെടാൻ പോകുന്നൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറും. അതിലേക്കുള്ള പോക്കാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുക, നമ്മുടെ ടാലൻസ് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സ്ഥലത്ത് ഒതുക്കി നിർത്താതെ നമുക്ക് മാക്സിമം ആസ്പിറേഷൻസ് വലുതാക്കി വെക്കുക. അതിലേക്ക് നമ്മുടെ പഠനങ്ങൾ അതിന് വേണ്ടിയിട്ട് സ്ട്രീം ലൈൻ ചെയ്യുക, അതിനനുസരിച്ച് പഠിക്കുക, അതിനനുസരിച്ച് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബെഞ്ച് മാർക്കും അതിനനുസരിച്ച് മുകളിൽ തന്നെ നിൽക്കും. നമ്മളൊരു കംഫർട്ട് സോണിൽ ഒതുങ്ങി പോകാതെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് എൻ്റെ ആസ്പിറേഷൻസ് വലുതായിക്കൊണ്ടിരിക്കണം, എനിക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ അതിനനുസരിച്ചിട്ട് എൻ്റെ ക്വാളിറ്റിയും ഇമ്പ്രൂവ് ആവണം എന്നുള്ള തോന്നലുണ്ടാവും. നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. നമ്മൾ വീണ്ടും അതിന് വേണ്ടിയിട്ട് ഒരു കംഫർട്ട് സോണിൽ ഉണ്ട്, ഇനി ഞാൻ സേഫ് ആണെന്നുള്ള വിചാരിക്കാതെ വീണ്ടും കൂടുതൽ അറിയാനുള്ള ആഗ്രഹം നമ്മളെ ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമുക്ക് ആഗ്രഹം നിർത്തണമെന്ന് നമ്മൾ വിചാരിക്കുന്ന പോയിന്റ് വരെ നമ്മളത് ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ മാരത്തൺ എന്ന് പറയുന്നത് ചെറിയ മാരത്തൺ ഒന്നുമല്ല. ആക്ച്വലി 21 കിലോമീറ്റർ ഒന്നുമല്ല, ഇത് 40 ഫുൾ മാരത്തണോ അൾട്രാ മാരത്തണോ ആണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പോയിന്റ് എത്തി ജോലി കിട്ടി സെറ്റിലായി ഇനി ഫാമിലിയൊക്കെ ആയിട്ട് കുടുംബമായിട്ട് മുഴുക എന്ന് വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ സ്വപ്നങ്ങളെ വലുതാക്കി വെക്കുക. ആ സ്വപ്നങ്ങളാണ് നമ്മളെ പല രീതിയിലേക്ക് നമുക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വപ്നങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, ഇൻഫിനിറ്റ് ആണ് നമ്മുടെ സ്കോപ്പ് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് അത് മാക്സിമം യൂസ് ചെയ്യുക, ടെക്നോളജിയെ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുക, ഏറ്റവും സ്മാർട്ടായിട്ട് യൂസ് ചെയ്യുക. അതിൽ വഴിവഴിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. ഇൻ്റർനെറ്റ് നമ്മൾ ആവശ്യമില്ലാതെ റീലും അതും ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു പരിധിക്കപ്പുറം അതും പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. എപ്പോഴും നമുക്ക് വളരെ സ്മാർട്ടായിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെയൊക്കെ സോഷ്യൽ മീഡിയനെയൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് മുമ്പോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും ഈ അവാർഡ് കിട്ടിയ എല്ലാ സ്റ്റുഡൻസിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അവരെ ഈ നിലവിലേക്ക് എത്തിച്ച രക്ഷിതാക്കൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനി അവാർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഇത് വെച്ചിട്ടല്ല നമ്മളെ ആരും അളക്കാൻ പോകുന്നത്. ചിലപ്പോൾ നമ്മുടെ സ്കിൽ ചിലപ്പോൾ ഇതിലായിരിക്കില്ല, എന്താ പറയുക, നമ്മൾ കുറേ മാർക്ക് മേടിക്കുക എന്നുള്ളതായിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ എല്ലാം അളവുകൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ചെയ്ത പ്രൊഫഷൻ ഇതായിരിക്കില്ല. നമ്മൾ കൃത്യമായിട്ട് ഫിഗർ ഔട്ട് ചെയ്ത് മുമ്പോട്ട് പോവുക. ചിലപ്പോൾ കൂടുതൽ എഫേർട്ട് ഇട്ടാൽ ചിലപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ഷൈൻ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അവാർഡ് കിട്ടിയവർക്കും അവാർഡ് ലഭിക്കാത്തവർക്കും ഇനി ഉയരങ്ങളിലേക്ക് ഇനിയും ഒരുപാട് സഞ്ചരിക്കാൻ സാധിക്കട്ടെ, വലിയ സ്വപ്നങ്ങൾ കാണാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ഈ ഒരു വേദി ഇവിടെ സംഘടിപ്പിച്ച ഇത്രയും ബഹുമാനപ്പെട്ട ശ്രീ ഹൈബീഡൻ MP, അദ്ദേഹം 3 ആഴ്ച മുമ്പ് SLCയുടെ അവാർഡ് ചടങ്ങ് കൊണ്ടു. അതിനും എന്നെ വിളിച്ചായിരുന്നു, ഒന്നും എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞു എന്ന് വിചാരിച്ചപ്പോൾ അത് +2-ൻ്റെ ഒന്ന് വന്നു. പിന്നെ +2-ന് വരാം എന്ന് വിചാരിച്ച് അങ്ങനെ വന്നു. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. ഇതുപോലുള്ള അവാർഡുകൾ നമ്മുടെ ഷോക്കേസിൽ കൊണ്ടുപോയിട്ട് ഈ അവാർഡ് അവിടെ കൊണ്ടുപോയി വെക്കുക എന്ന് പറയുന്നത്, പിന്നെ നമ്മൾ എന്നും വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ നമ്മൾ ഈ അവാർഡ് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും. ഓക്കെ, ഞാൻ നേടിയതാണല്ലോ എന്നുള്ളത് നമുക്കൊരു അംഗീകാരമാണ്. അല്ലെങ്കിൽ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ അഭിമാനത്തോടെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കേണ്ട, മൂക്ക് MP-യുടെ അവാർഡ് കിട്ടിയായിരുന്നു, കഴിഞ്ഞ ആഴ്ച അവാർഡ് മേടിച്ചായിരുന്നു എന്ന് പറയാൻ ഒരു അഭിമാനമാണ് മാതാപിതാക്കൾക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഫലകം മാത്രമല്ല, ഇതൊരു വലിയൊരു ടാലൻറ്റിൻ്റെ ചിലപ്പോൾ ഒരു എന്താ പറയുക, അവരെ പടുത്തുയർത്താനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷനൊക്കെ ആയിരിക്കും ഇത്. തീർച്ചയായിട്ടും ഇത്തരം വേദികൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഇനിയും ഇതുപോലുള്ള പ്രോഗ്രാംസ്, ഈ ഒരു വിഷൻ MP എന്നുള്ള രീതിയിലും അദ്ദേഹത്തിനും കൂടുതൽ മുമ്പോട്ട് പോകുവാൻ ഉണ്ടാവട്ടെ. നേരത്തെ ഈ പറയുന്ന ബിയോണ്ട് ബോർഡേഴ്സ് എന്നൊക്കെ പറയുന്ന ടെക്നോളജിയിൽ ക്രിയേറ്റിവിറ്റിയിലേക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ പറയുന്ന റോഡുകളും മേൽപ്പാലങ്ങളും മാത്രം പണിയുകയല്ല വികസനം. അതിൻ്റെ അപ്പുറത്തേക്ക് എഡ്യൂക്കേഷൻ സെക്ടറിലും അല്ലെങ്കിൽ നോളജ് യൂട്ടിലൈസ് ചെയ്യുന്ന ഏരിയയിലൊക്കെ എങ്ങനെയാണ് നമ്മളിങ്ങനെ സ്മാർട്ടായിട്ട് നമ്മുടെ വികസനത്തെ സ്ട്രീംലൈൻ ചെയ്യുക എന്നുള്ള കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലത്തെ ഒരു MP നമുക്കുണ്ടായതിൽ നമുക്ക് അഭിമാനിക്കാം. ഇനിയും ഇതുപോലത്തെ വേദികൾ ഉണ്ടാവട്ടെ. ഒരിക്കൽ കൂടി എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.